അപ്രതീക്ഷിതമായി കഴിഞ്ഞ 2 ദിവസമായി ഇസ്രായേൽക്ക് മറ്റൊരു ശത്രുവിനെ കൂടി ലഭിച്ചിരിക്കുന്നു. ഹൗത്തികൾ. നമുക്കറിയാം, സൗദി അറേബ്യക്കെതിരെ രംഗത്ത് വന്ന യമനിലെ വലിയ സംഘടനയാണ് ഹൗത്തികൾ. അവർ ഇസ്രായേലിനോട് ശത്രുതയുള്ള രാജ്യമായിരുന്നില്ല. പിന്നീട് ഹിസ്ബുള്ളയെ അവർ മാതൃകയായി സ്വീകരിച്ചപ്പോൾ ഇസ്രായേലും ജൂതന്മാരും ഒക്കെ അവരുടെ ശത്രുപക്ഷത്ത് വന്നെങ്കിലും നേരിട്ട് ഒരിക്കൽ പോലും ഹൗത്തികൾ ഇസ്രായേലിനോട് ഏറ്റുമുട്ടിയിരുന്നില്ല. എന്നാൽ ഹമാസും ഹിസ്ബുള്ളയും 2 വശത്തായി ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഹൗത്തികൾ അവരുടെ രീതിയിലുള്ള ആക്രമണം നടത്തി. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ചെങ്കടലിലേക്ക് ആക്രമണം നടത്തി അമേരിക്കയുടെയും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേൽ ബന്ധമുള്ള കമ്പനികളുടെയും ഒക്കെ കപ്പൽ തകർക്കുക എന്നതായിരുന്നു. സുയസ് കനാലിന്റെ ചരക്ക് നീക്കത്തിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടാൽ ആഗോള വിപണിയെ ബാധിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. പ്രത്യേകിച്ച് എണ്ണവിലയെ. കാരണം ഈ ഗൾഫിൽ നിന്നുള്ള എണ്ണയൊക്കെ കൊണ്ടുപോകേണ്ടത് ചെങ്കടൽ വഴിയാണ്. അതുകൊണ്ട് അവർ നിരന്തരമായി ചെങ്കടലിൽ ആക്രമണം അഴിച്ചുവിട്ടു. അത് അനുവദിക്കാൻ കഴിയുമായിരുന്നില്ല. അമേരിക്ക തന്നെ അതൊരു വെല്ലുവിളിയെ ഏറ്റെടുക്കുന്നു. പ്രത്യേക പടക്കപ്പൽ തന്നെ ഇറക്കി ഹൂത്തികളുടെ എല്ലാ നീക്കങ്ങളെയും പൊളിക്കുന്നു. ഹൂത്തികൾ ഈ കപ്പൽ പിടിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ അത് ചുട്ടുപൊള്ളിക്കാൻ ഒരു പരിധി വരെ വിജയിച്ചു. അങ്ങനെ ആ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായി.